Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാന BJPയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 4 ജനറൽ സെക്രട്ടറിമാരും 10 വൈസ് പ്രസിഡന്റുമാരും അടങ്ങുന്ന ഭാരവാഹി പട്ടികയാണ് പുറത്തുവിട്ടത്. പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന നേതൃത്വത്തിൽ സർവാധിപത്യം പുലർത്തിയ മുരളീധര പക്ഷത്തെ ഏറെക്കുറെ വെട്ടിനിരത്തുന്നതാണ് പട്ടിക എന്നതാണ് ശ്രദ്ധേയമായ രാഷ്ട്രീയ ഉള്ളടക്കം. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന BJPക്ക് ഇനി പുതിയ ടീം. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. ഷോൺ ജോർജ്, മുൻ DGP R ശ്രീലേഖ, C കൃഷ്ണകുമാർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, C സദാനന്ദൻ മാസ്റ്റർ, P സുധീർ, B ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അബ്ദുൽ സലാം, K സോമൻ, KK അനീഷ് കുമാർ എന്നിവരാണ് ഉപാധ്യക്ഷന്മാർ. ഏറെ നാളായി നിരന്തരം അവഗണിക്കുന്നു എന്നാരോപിക്കുന്ന ശോഭാ സുരേന്ദ്രൻ കൂടുതൽ കരുത്തയായി എന്നതാണ് പുതിയ നേതൃനിരയിലെ കാതലായ മാറ്റം. ഒപ്പം ക്രൈസ്തവ മുഖമായി ഷോൺ ജോർജും അനൂപ് ആന്റണിയും നേതൃത്വത്തിലേക്കെത്തുന്നു. മുൻ DGP R ശ്രീലേഖയും ഡോക്ടർ അബ്ദുൽ സലാമും വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചതും ശ്രദ്ധേയമായി. ഞങ്ങൾക്ക് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് നരേന്ദ്രമോദി ഗ്രൂപ്പാണ്. ആ നരേന്ദ്രമോദി ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ആ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, ആ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മുരളീധര പക്ഷത്തെ ഏറെക്കുറെ വെട്ടിനിരത്തുന്നതാണ് പുതിയ ഭാരവാഹി പട്ടിക. ജനറൽ സെക്രട്ടറിമാരിൽ 3, സെക്രട്ടറിമാരിൽ ഭൂരിപക്ഷം പേരും കൃഷ്ണദാസ് പക്ഷക്കാരാണ്. VV രാജേഷിനെ സെക്രട്ടറി പദത്തിൽ ഒതുക്കിയതും MT രമേശിനെ ജനറൽ സെക്രട്ടറി പദവിയിൽ നിലനിർത്തിയതും ശോഭാ സുരേന്ദ്രനെ പ്രധാന പദവിയിലേക്ക് തിരിച്ചെത്തിച്ചതും മുരളീധര പക്ഷത്തിന് തിരിച്ചടിയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന ശൈലിയെ ചൊല്ലി മുരളീധര പക്ഷം ഉന്നയിച്ച നിശിതമായ വിമർശനമാണ് പാർട്ടിയിൽ പുതിയ സമവാക്യങ്ങൾക്ക് കളമൊരുക്കിയതെന്നാണ് രാഷ്ട്രീയ അടക്കം പറച്ചിൽ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന BJPയിൽ പിടിമുറുക്കിയോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന BJP സംസ്ഥാന ഭാരവാഹി പട്ടിക വിഭാഗീയ പട്ടികയോ എന്നാണ് ചോദ്യം. സ്മൃതി, അനിസ്പ്രയുടെ പണ്ടത്തെ പരസ്യമായിരുന്നു, പൊടിയിട്ട് നോക്കിയാൽ എന്താണ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. മുരളീധരൻ്റെയും K സുരേന്ദ്രൻ്റെയും പക്ഷക്കാരെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഏകപക്ഷീയമായ ഒരു പട്ടികയെന്നാണ് ഒരു പക്ഷത്തിൻ്റെ ആരോപണം. വിഭാഗീയമായ പട്ടികയാണോ? വിഭാഗീയ പട്ടികയെന്ന് വെച്ചാൽ വിഭാഗീയ തുടരുന്നു എന്നുള്ളതാണ്. കാരണം വിഭാഗീയത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ നിയോഗിക്കുന്നത് തന്നെ. കാരണം ഇവിടെ മുരളീധര പക്ഷം, അപ്പുറത്ത് കൃഷ്ണദാസ് പക്ഷം, 2 പക്ഷങ്ങൾ തമ്മിലുള്ള പോര് അങ്ങേയറ്റമായിട്ട് ദേശീയ നേതൃത്വം ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖർ എന്നൊരാളെ ഇവിടേക്ക് ഇറക്കുകയാണ്. നമുക്കറിയാം, അതിനു മുമ്പ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിലും ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അതിലേക്കൊക്കെ എത്തുന്നത് ഇവിടുത്തെ നേതൃത്വത്തോടുള്ള അതൃപ്തിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ യഥാർത്ഥത്തിൽ ആരോടൊക്കെ ഒപ്പം എന്നുള്ള കാര്യം മനസ്സിലാക്കാനെടുത്ത സമയമാണ് ഇത്രയും നാൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജില്ലകൾ തോറും സഞ്ചരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ജില്ലകൾ തോറും സഞ്ചരിച്ച് അദ്ദേഹം നീങ്ങുന്നതിനിടയിൽ കൃഷ്ണദാസ് പക്ഷം അദ്ദേഹത്തോട് അടുക്കുകയും അവർ ഒന്നിച്ച് ലയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷം ഇവിടെയുണ്ട് ഇപ്പോഴും, മറ്റേ പക്ഷം പൂർണ്ണമായും വെട്ടിനിരത്തപ്പെട്ടു. അപ്പോൾ ഒരു വിഭാഗീയത തുടരുകയാണ്. ആ വിഭാഗീയത തുടരുമ്പോൾ മറ്റേ പക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇതിൽ ഒരു കൗതുകരമായ കാര്യം, ഇതിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ളത്. നാരീശക്തി, അത് ദേശീയ നേതൃത്വത്തിൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സുരേന്ദ്രൻ വന്നപ്പോൾ കുറേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നു. പ്രധാനപ്പെട്ട നമുക്ക് ചർച്ചകളിൽ തന്നെ സിന്ധുമോളെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്നു, മുതിർന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അങ്ങ് വെട്ടിനിരത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായി വന്നതിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. 30-ൽ 4 എന്ന രൂപത്തിലേക്കാണ് അത് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അപ്പുറത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കാണണമല്ലോ. അപ്പോൾ സുരേന്ദ്രൻ പക്ഷത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ അതും പ്രധാനമാണ്. അത്തരം ചില പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ 3 മാസത്തോളമായി BJP ഓഫീസിൽ നിന്നും സർക്കുലറുകളെ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും എന്ന രൂപത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, PR ശിവശങ്കർ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ശിവശങ്കർ പാനലിൽ നിന്നും സ്വയം പുറത്തായി പോവുകയാണ്. അദ്ദേഹം ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചൊരു പോസ്റ്റ് അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് പിണങ്ങിപ്പോയിരിക്കുന്നു. ആ പിണക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഇതിലുള്ളൊരു
എതിർപ്പിൻ്റെ തെളിവായി ഇപ്പോൾ പുറത്തേക്ക് വന്ന ഒരു കാര്യമാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പാർട്ടി അധ്യക്ഷനാകുമ്പോൾ പാർട്ടി തന്നെ അങ്ങനെ കോർപ്പറേറ്റ് പാർട്ടി ആവുകയാണെന്നാണ്. അപ്പോൾ മാസം ചെലവടക്കം അവർ പരിശോധിക്കുമ്പോൾ 30 ലക്ഷമായിരുന്നു നേരത്തെ ചിലവെങ്കിൽ അത് 1.5 കോടിയായിരിക്കും എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും സംസ്ഥാന അധ്യക്ഷനായാലും ഇവിടെ വന്നാലും 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് താമസം. അപ്പോൾ ആ രൂപത്തിൽ ഒരു എലീറ്റ് സ്റ്റൈലിലേക്ക് പാർട്ടി മാറുകയാണ് എന്ന പാർട്ടിയിലെ ഒരു വിഭാഗം സംശയിക്കുകയാണ്. അത് അവരുടെ ഒരു പരാതിയായിട്ട് തന്നെ വരികയാണ്. പിന്നെ വളരെ മിടുക്കരായി ചർച്ചകളിൽ പങ്കെടുത്തുന്ന പാർട്ടിയുടെ വാദങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട യുവാക്കളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് യുവരാജ് ഗോകുൽ, ഉല്ലാസ് ബാബു, ശങ്കുട്ടി ദാസ്, ചെറുപ്പക്കാരനല്ലെങ്കിലും ശ്രീ പത്മനാഭൻ, PR ശിവശങ്കർ ഇവരൊക്കെ തന്നെയും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണാവുന്ന ഒരു കാഴ്ച എന്നുള്ളത് എല്ലാ കാലത്തും കെ സുരേന്ദ്രൻ മാറ്റി നിർത്തിയിരുന്ന MT രമേശ് അദ്ദേഹം പ്രധാന സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. MT രമേശിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ചർച്ചകളിലായാലും വളരെ മിതമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ മിതമായ ഭാഷയിൽ സംസാരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവാണ്. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തന്നെ നിലനിർത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യമായി തോന്നുന്നു. നേരത്തെ ആ പോരിൽ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര് പരസ്യമായി പ്രകടിപ്പിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ എന്താണോ സുരേന്ദ്രൻ പക്ഷവുമായി പോരിൽ ശക്തമായി നിന്നിരുന്നവർ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതേസമയം വി മുരളീധര പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗം, ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ അദ്ദേഹത്തിൻ്റെ രീതികൾക്കെതിരെ വിമർശനം വി മുരളീധര പക്ഷം ഉന്നയിച്ചിരുന്നു എന്നാണ് കേട്ടത്. അത് തൊട്ട് പിന്നാലെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലൊരു പരാതി അവിടെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകുന്നു തീരുമാനങ്ങൾ എടുക്കാൻ എന്ന രൂപത്തിലേക്ക് വരിക. അങ്ങനെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പരിചയം എത്രത്തോളമുണ്ട്, പ്രതികരണങ്ങൾ എന്നാണ്. നമുക്കിനി രാഷ്ട്രീയമായി അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ആദ്യം കയറി പറയേണ്ട കാര്യമില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞതൊരു ചെലവേറിയ കാര്യമാണ്, ഒരു ആവശ്യമില്ലാത്ത ചെലവാണെന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നു. ഭാഗ്യത്തിന് BJP വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ അഭിമാനം രക്ഷിക്കാനായിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള കാര്യത്തിൽ അനൂപ് ആന്റണി ആയാലും ഇപ്പോൾ ഷോൺ ആയാലും, ഷോൺ ഇപ്പോൾ ജനറൽ സെക്രട്ടറി അല്ലേ, ജനറൽ സെക്രട്ടറി അല്ല വൈസ് പ്രസിഡന്റാണ്. പക്ഷേ വേണ്ടി വന്നാൽ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലേക്ക് ഷോൺ ജോർജിനെ ഉയർത്തുമെന്നുള്ള സൂചനകളുമുണ്ട്. വൈസ് പ്രസിഡന്റ് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, 10 പേരിൽ ഒരാളാണ് ഇപ്പോൾ അല്ലേ ഷോൺ ജോർജ്, പ്രതീക്ഷിച്ച ജനറൽ സെക്രട്ടറിയാ. ആദ്യം കയറി പ്രതീക്ഷിക്കാൻ അതിനാവുന്നേ ഉള്ളൂ. ഷോൺ ജോർജിന് പക്ഷേ വേണ്ടത്ര അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയാലും കൂടെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ഉയർത്തും എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പല നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപണങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ്. രഞ്ജിത്ത് എന്ന നേതാവിൻ്റെ കാര്യത്തിൽ, സജീവൻ എന്ന നേതാവിൻ്റെ കാര്യത്തിൽ, അതേപോലെ കെ അനീഷ് കുമാറിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തഴഞ്ഞത് എന്തുകൊണ്ട്? കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ പ്രാതിനിധ്യം ഇങ്ങനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഗ്രൂപ്പുകളിൽ സജീവമായിരുന്ന വനിതകളൊന്നുമല്ല, ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്ന മുതിർന്ന നേതാക്കളാണ്, അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കൃത്യമായ വിസ്തീർണം ലഭിക്കുന്നില്ല. പലരും അത്ര ഏബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല, രാഷ്ട്രീയ പരിചയമില്ലാത്തവരാണ് എന്ന വിമർശനം വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അറിയാത്ത ആളുകളാണ്. ഇപ്പം ഇനി ഓരോരുത്തരെയും ഇനി അറിയുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇനി ഒരു പുതിയൊരു ടീം വരുമ്പോൾ പുതിയൊരു പ്രവർത്തന രീതിയാണോ വരാൻ പോകുന്നത് എന്നുകൂടി കൗതുകത്തോടെ നോക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവരെന്താണ് അവരുടെ മുന്നിൽ കണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം, അപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും എന്തായിരിക്കും ചെയ്യുക എന്നതും ഉറ്റുനോക്കപ്പെടേണ്ട കാര്യമാണ്. ജിമ്മി, വിഭാഗീയമായിട്ടുള്ള പട്ടികയാണോ ഈ കാര്യത്തിൽ? ഈ BJPയിലെ വിഭാഗീയത കോൺഗ്രസിലെയും CPM-ലെയും വിഭാഗീയത തമ്മിലൊരു വ്യത്യാസമുണ്ട്. CPM-കാർ വിഭാഗീയതയേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നവരാണ്, ഉണ്ട് അതിനകത്ത്. കോൺഗ്രസ് ആണെങ്കിൽ വിഭാഗീയത ഉണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുകയും ഞങ്ങൾ ഗ്രൂപ്പ് യോഗം ചേർന്നപ്പോൾ എന്നൊക്കെ വേണമെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിൽ ബൈറ്റ് കൊടുക്കുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ BJP ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന, വിഭാഗീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം എന്ന മട്ടിൽ നിൽക്കുകയും എന്നാൽ വിഭാഗീയതയുടെ പേരിൽ അങ്ങനെ പരസ്യമായി പ്രതികരിക്കുകയോ എന്തെങ്കിലും ബഹളം വയ്ക്കുകയോ ചെയ്യാത്ത ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നത് വിഭാഗീയത ഇല്ലാതാക്കാനേ അല്ല. അതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിരിക്കുന്നത് ഈ പാർട്ടിക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കി കൊടുക്കാനാണ്.
തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതും ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് ജയിച്ചതിനുമൊക്കെ അതൊരു BJPയുടെ വിജയമായി അവർ പോലും കണക്കാക്കുന്നില്ല. മറ്റു പല സാഹചര്യങ്ങളിലെയും പശ്ചാത്തലത്തിലാണ് ബി ജെ പി ആയി ഈ കേരളത്തിൽ വളരെ വലിയ RSSന് വേരുകളുള്ള ഒരു സംസ്ഥാനമായിട്ടും ബി ജെ പി ആയി നിന്ന് അവരുടെ കരുത്ത് തെളിയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഈ കുറച്ച് കാലമായിട്ട് കുറച്ച് കാണുന്നുണ്ടെങ്കിലും ഇനി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭകൾ പിടിക്കണം, മുനിസിപ്പാലിറ്റികൾ പിടിക്കണം, കാര്യമായി ജില്ലാ പഞ്ചായത്തുകൾ, താഴെത്തട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ വളരെ വലിയ പെർഫോമൻസ് കാണിക്കണം. ഇതുകൂടാതെ നിയമസഭയിൽ 5 മുതൽ 10 സീറ്റ് വരെയെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കളം ഒരുങ്ങിയിട്ട് കുറേ കാലമായെന്നും പറയുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ മിഷൻ അതാണ്. പക്ഷേ അദ്ദേഹം പുറത്തു നിന്ന് നൂലിൽ കെട്ടിയിറങ്ങിയൊരു പ്രസിഡൻ്റാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഡ്രോബാക്ക്. എന്തുകൊണ്ടാണ് കുറേ കാലമായി സംസാരിച്ചിട്ടും ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയിൽ ഒരാളെ തള്ളിയാൽ മറ്റേ ആൾ പ്രശ്നമുണ്ടാക്കും, ഇയാളെ തള്ളിയാൽ മറ്റേ ആൾ പ്രശ്നമുണ്ടാക്കും. ഈ ഓരോ ജനറൽ സെക്രട്ടറി, ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും BJP ഒരു പുതിയ ഗ്രൂപ്പ് പിറക്കും. അതാണ് BJPയുടെ ഒരു ഇതുവരെയുള്ള ചരിത്രം. ചില ഗ്രൂപ്പുകൾ പിന്നെ ആ പ്രസിഡന്റ് പോയി കഴിയുമ്പോൾ അങ്ങ് ഫെയ്ഡ് ഓഫ് ആവും. ഇപ്പോഴും പക്ഷേ PK കൃഷ്ണദാസും വി മുരളീധരൻ്റെയും ഗ്രൂപ്പുകൾ വളരെ ശക്തമാണ്. സുരേന്ദ്രൻ സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടായെന്ന് പറയുന്നു, പിന്നെ അത് ഒന്നിച്ചെന്ന് പറയുന്നു, പിന്നെ അത് വീടിച്ചെന്ന് പറയുന്നു. എന്തായാലും ഈ 2 പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ കാലത്തും പ്രസിഡന്റുമാർക്ക് ഗ്രൂപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയൊരാളായിട്ട് വരുമ്പോൾ അദ്ദേഹം നോക്കിയത്, അദ്ദേഹം ആഗ്രഹിക്കുക എൻ്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടാകും എന്നുള്ളതാണല്ലോ. മലയാളം പോലും ഇതുവരെ അദ്ദേഹം നേരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ ആരൊക്കെ നിൽക്കും എന്ന സ്വാഭാവികമായ ഒരു ചിന്തയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലൂടെ പോയിട്ടുള്ളത്. അങ്ങനെ ആളുകളെ ചൂസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് ടീം രാജീവ് ചന്ദ്രശേഖറാണ്, അത് ഗ്രൂപ്പ് രാജീവ് ചന്ദ്രശേഖർ ആയിട്ടില്ല. ആ ടീമിലേക്ക് പോകാൻ ആരൊക്കെയുണ്ട്, ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കും, ആരൊക്കെ എനിക്കിട്ട് പാര വയ്ക്കും എന്ന ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, അതിനേക്കാൾ മുകളിൽ ഒരു കോർപ്പറേറ്റ് നേതാവിൻ്റെ ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ അയാൾ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വി മുരളീധരനും പക്ഷവും മറ്റും പണി തുടങ്ങിയതാണ്. അത് നമുക്കറിയാം. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ നിരോധനം കൊണ്ടുവരുന്നത് BJP 2 തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 തവണയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരുന്നു എന്ന കഥകളുടെ പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് നിരോധനം വരുന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാനുള്ള പരമാവധി പണികൾ ചെയ്തുകൊണ്ടാണ് മറ്റ് ഗ്രൂപ്പുകൾ ഇരുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു അവിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു അവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിറങ്ങുന്നു. അതിനു മുമ്പ് തന്നെ BDJSൻ്റെ രൂപീകരണത്തിൽ രാജീവ് ചന്ദ്രശേഖർ വഹിച്ച പങ്ക് BJPക്ക് അകത്തുള്ളവർക്ക് അറിയാം. ഇതൊക്കെ ഇരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു ടീമിനെ ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പഴയ പശ്ചാത്തലത്തിലും പുതിയ സാഹചര്യത്തിലും വി മുരളീധരൻ പക്ഷവുമായിട്ടും അതുപോലെ തന്നെ സുരേന്ദ്രൻ പക്ഷവുമായിട്ടും ഒരു അകൽച്ച അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടെന്ന് നോക്കുമ്പോൾ കുറേ കാലമായി, കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഗ്രൂപ്പുകളിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത PK കൃഷ്ണദാസ് വിഭാഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെന്താ ചെയ്യുക? അവർ ഈ പുതിയൊരാൾ വരുമ്പോൾ അവരോടൊരു അലീജിയൻസ് ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ ടീമിലേക്ക് ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ PK കൃഷ്ണദാസ് പക്ഷത്ത് നിന്ന് ആളുകളെ അടർത്തി മാറ്റാനാണ് അയാൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പുതിയൊരു ടീമിനെ ഉണ്ടാക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പെർഫോം ചെയ്തില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അധികകാലം പ്രസിഡൻ്റായിട്ട് ഉണ്ടാവില്ല, വന്ന പോലെ തിരിച്ചു പോകും. പക്ഷേ പെർഫോം ചെയ്താൽ പിന്നെ രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിലെ BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. BJPയുടെ സംഘടനാ പ്രത്യേകത വെച്ച് കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസിഡന്റിന് വളരെ വലിയ ശക്തിയാണ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ബുദ്ധിയിൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ടീമിനെ ഉണ്ടാക്കുമ്പോൾ നോക്കൂ, MT രമേശും ശോഭാ സുരേന്ദ്രനും. MT രമേശ് നമുക്ക് വേണമെങ്കിൽ PK കൃഷ്ണദാസ് പക്ഷക്കാരനാണെന്ന് പറയാം, പക്ഷേ ശോഭാ സുരേന്ദ്രൻ അല്ല, S സുരേഷ് ആണ്. അതേസമയം S സുരേഷ് വളരെ കാലമായി സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അനൂപ് ആൻ്റണി ഡൽഹിയിൽ പ്രവർത്തന പശ്ചാത്തലമുള്ള, കുറേ കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, PK കൃഷ്ണദാസ് പക്ഷം എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു കക്ഷിയാണ്. അപ്പം 4 ജനറൽ സെക്രട്ടറിമാരുടെ ഇതിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് MT രമേശിനെയും S സുരേഷിനെയും ഉൾപ്പെടുത്താം, പക്ഷേ ശോഭാ സുരേന്ദ്രൻ നോക്കൂ. പക്ഷേ എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ മെറിറ്റ്? ശോഭാ സുരേന്ദ്രൻ ഒരു ഗംഭീര ക്യാമ്പയിനറാണ്, അതിഗംഭീരമായിട്ട് ആളുകളെ ഇളക്കുന്ന ആളാണ്. കഴിഞ്ഞ 2-3 ഇലക്ഷനായി അവർ പിടിച്ച വോട്ടുകളുടെ ഇതെടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവരുന്നു. കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറിമാരായിരുന്ന C കൃഷ്ണകുമാറിനെയും P സുധീറിനെയും പൂർണ്ണമായും ഒഴിവാക്കിയില്ല, വൈസ് പ്രസിഡന്റ്മാരാക്കി താഴ്ത്തി. പക്ഷേ ഉണ്ട്
ആ പക്ഷത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വി രാജേഷിനെതിരെ വളരെ വലിയ ആക്ഷേപം ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ക്യാമ്പയിനൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. പക്ഷേ അയാൾ സെക്രട്ടറി പദവിയിലുണ്ട്. അങ്ങനെ തൻ്റെ കൂടെ നിൽക്കാൻ തൻ്റെ കാല് വാരില്ല എന്നുറപ്പുള്ള എല്ലാവരെയും ചേർത്ത് ഒരു പുതിയ ടീം ഉണ്ടാക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഫോർമുല വിജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പരാജയപ്പെട്ടാൽ അതൊരു ഗ്രൂപ്പായി അവസാനിക്കുകയും ചെയ്യും. നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വിഭാഗീയ പട്ടികയോ എന്നാണ് ചോദ്യം. BJPയുടെ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ വെട്ടിനിരത്തലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ടു കോട്ട് കേരളത്തിലെ ഒരു മുതിർന്ന BJP നേതാവിൻ്റെ വാക്കുകളാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. നോക്കൂ, കേരളത്തിൽ ഓരോ BJP നേതാവ് വരുമ്പോഴും പ്രസിഡന്റ് വരുമ്പോഴും ആ കാലഘട്ടത്തിലേക്ക് ആ പ്രസിഡന്റിനെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. P. ശ്രീധരൻപിള്ള വരുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണദാസ് പക്ഷം ഉണ്ടാവുന്നത്, കൃഷ്ണദാസ് പക്ഷം ഉണ്ടാകുമ്പോൾ മുരളീധര പക്ഷം ഉണ്ടാവുന്നത്, മുരളീധര പക്ഷം ഉണ്ടാവുമ്പോൾ തന്നെ വീണ്ടും ഇപ്പോൾ ഇതാ ഈ പറയുന്ന MT രമേശിൻ്റെ പക്ഷം ഉണ്ടാവുന്നത്, അതിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഈ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ വരുന്നത്, അതിനെതിരെ മുരളീധര പക്ഷം തിരിയുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പക്ഷെ അപ്പോഴെല്ലാം ഒരു ബാലൻസിങ് സംവിധാനം ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. P. ശ്രീധരൻപിള്ള കൃഷ്ണദാസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല, കൃഷ്ണദാസ് മുരളീധരനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല, മുരളീധരൻ ആ അർത്ഥത്തിൽ കൃഷ്ണദാസിനെയും MT രമേശിനെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല. ഇവരെല്ലാം അതാതിടങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് രാഷ്ട്രീയമായ ഒരുപാട് വിയോജിപ്പുകൾ ഈ നേതാക്കളോടും അവരുടെ പ്രത്യയശാസ്ത്രത്തോടും ഒക്കെ ഉണ്ടാവാം. പക്ഷേ കേരളത്തിൽ BJP കഴിഞ്ഞ 5 വർഷങ്ങളിലായി നേടിയ രാഷ്ട്രീയ ഒരു പരിഗണന അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വീകാര്യതയെ നമുക്ക് കണ്ണടച്ച് കാണാൻ പറ്റുമോ? ചെറുതല്ലല്ലോ. 19.1% BJP വളർന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതത്തിൽ 2019 അപേക്ഷിച്ച് 3.51% വർധനമുണ്ടായി. വെറുതെ ഉണ്ടായ വർധനമല്ല, വളരെ കൃത്യമായി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്. അന്ന് സംസ്ഥാന നേതൃത്വത്തിൽ എത്ര മനോഹരമായ ബാലൻസിംഗ് ആണ് സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ പാർട്ടിയിലുണ്ടായിരുന്നത്. K. സുരേന്ദ്രൻ നോക്കൂ, ഒരു വിഭാഗത്തെ പ്രദാനം ചെയ്തു. മുരളീധരനുണ്ട്, അതേപോലെ P. സുധീർ, ഒരു SC വിഭാഗത്തിൽ നിന്നൊരാൾ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി വരുന്നത് ചരിത്രത്തിൽ ആദ്യമല്ലേ. അതും P. സുധീറിനെ പോലെയുള്ളൊരു നേതാവ്. അതേപോലെ ജോർജ് കുര്യൻ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പദവിയിലേക്ക് വന്നയാളല്ലേ. അപ്പോൾ മനോഹരമായൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ C. കൃഷ്ണകുമാർ നായർ വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു കാൻഡിഡേറ്റ് അല്ലേ. ഒരു സമതുലിതമായ സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിയ ഒരു സംസ്ഥാന ഭാരവാഹി പട്ടികയായിരുന്നു സുരേന്ദ്രൻ്റെ കാലത്തുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ അടിത്തട്ടിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ വലിയ വർധനമുണ്ടായത്. അതിൻ്റെ ഫലമോ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് നിയമസഭാ മണ്ഡലത്തിൽ നേമത്ത് മാത്രമാണ് 1ാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ 11 ഇടങ്ങളിലാണ് 2024 ആകുമ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. ചെറിയ കാര്യമല്ല. 9 ഇടങ്ങളിലാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. 2019 7 ഇടങ്ങളിൽ മാത്രം 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ 2024 ആകുമ്പോഴേക്കും 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെയും തീർന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു വീണ്ടും 9ഓളം ഇടങ്ങളിൽ തന്നെ 3ാം സ്ഥാനത്തേക്ക് വരുന്ന അവസ്ഥ കാണുന്നു. അതായത് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്നു. ആ ഇടങ്ങളിലെല്ലാം ചിലയിടങ്ങളിലേക്ക് 5000-ൽ താഴെ മാത്രമാണ് വോട്ടിൻ്റെ വ്യത്യാസം LDF കാൻഡിഡേറ്റുമായിട്ടുള്ളത്. ചെറിയ വ്യത്യാസമാണോ? അത് സുരേന്ദ്രൻ്റെ കാലത്ത്, മുരളീധരൻ്റെ കാലത്ത്, ഈ C. കൃഷ്ണകുമാറിൻ്റെ കാലത്ത്, സുധീറിൻ്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്നൊരു വലിയ നേട്ടമല്ലേ. അതിനുവേണ്ടി പ്രവർത്തിച്ച ചില നേതാക്കളുണ്ടെന്നേ. ആ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇത് BJPയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെട്ടിനിരത്തിലാണ്. നമ്പർ 1. നമ്പർ 2, സാമുദായിക സന്തുലിതാവസ്ഥയെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടുള്ള ഭാരവാഹി പട്ടിക ഞാനെടുത്തൊന്ന് പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധിക്കുമ്പോൾ 30 ജില്ലാ പ്രസിഡന്റുമാരാണല്ലോ. അതിൽ 29-ൽ ആ കണക്കുകൾ നമ്മളോട് പറയുന്നത് 17 പേരുടെ പേരെടുത്ത് നോക്കി. ആ 17 പേരും നിൽക്കുന്നത് എവിടെയാണ്? നായർ കമ്മ്യൂണിറ്റി കാറ്റഗറിയിലാണ്. ബാക്കിയുള്ള സോണൽ കൺവീനർമാരിൽ 5 പേരിൽ 4 പേരും അപ്പർ കാസ്റ്റാണ്. നോക്കണം, ഇതെങ്ങനെ സംഭവിക്കുന്നത്? SNDPക്ക് വലിയ രീതിയിൽ സ്വീകാര്യതയുണ്ടായിരുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നുണ്ട്. ചെറുതല്ല കണക്ക്. നമ്മൾ സ്ഥിരമായി ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നിടത്താണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം ഈഴവ വോട്ടിൽ 39% BJPയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ചെറിയ കാര്യമാണോ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. കൊല്ലത്ത് ഗോപകുമാർ എന്ന് പറയുന്ന BJPയുടെ ചാത്തന്നൂർ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. മിടുക്കനാണ്. ഗോപകുമാർ അവിടെ മത്സരിക്കുമ്പോൾ അന്ന് വലിയ തരത്തിലുള്ള എതിർപ്പുകളൊക്കെ കൊല്ലത്ത് നേരിട്ടിരുന്നു K. സുരേന്ദ്രൻ. പക്ഷേ ഗോപകുമാറിനെ സുരേന്ദ്രൻ നിർത്തി. അതിൻ്റെ ഫലം എന്താ? കൊല്ലത്തെ വോട്ട് വർദ്ധിച്ചത് മാത്രമല്ല, ചാത്തന്നൂർ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചില്ലേ. അവിടെ
SNDPയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ ഒരാളിനെ ഒരു ജില്ലാ പ്രസിഡന്റായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് സംഭവിച്ചത് ഈ ഗോപകുമാറിലൂടെയാണ്. ഇന്ന് ഈ ഗോപകുമാറിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗോപകുമാറിനെ എന്തിനു നിങ്ങൾ ഒഴിവാക്കി? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. SC/ST വിഭാഗത്തിൽപ്പെട്ട എത്ര പേർ സുധീര ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റിയില്ലേ? ഇപ്പോൾ ഇതൊരു പാർട്ടി, പണ്ട് നമ്മുടെ സിനിമയിൽ സാബിൻ ഷാഹിർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സിനിമയിൽ മഹേഷിന്റെ പ്രതികാരത്തിലാണെന്ന് തോന്നുന്നു, മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് പോലെയാണ് ഇപ്പോൾ BJPയുടെ ഭാരവാഹി പട്ടിക. എല്ലാം നായർ, മേനൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാം ആഠ്യത്വമുള്ള തമ്പുരാക്കന്മാരുടെ പേരേ ഉള്ളൂ. ഈ വിധത്തിലേക്ക് BJP എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റിയതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം നിലവിൽ രാജീവ് ചന്ദ്രശേഖർ. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെറുതല്ലാത്ത ഇമ്പാക്റ്റാണ് താഴെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? BJP ഒരു വരേണ്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൈകളിലേക്ക് വടിയെടുത്ത് കൊടുക്കല്ലേ രാജീവ് ചന്ദ്രശേഖർ, ഈ പുതിയ ടീം രാജീവ് ചന്ദ്രശേഖരെ സെറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഈ പറയുന്ന നായർ, മേനൻ കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോൾ 50% ഭാരവാഹികൾ ആ കാറ്റഗറിയിലേക്ക് മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, എനിക്ക് കെ സുരേന്ദ്രനോടുള്ള ഒരു എല്ലാ വിയോജിപ്പുകളും ഉള്ളപ്പോഴുമുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിഗണന എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ജെൻഡർ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി വലിയ തരത്തിൽ നാരീശക്തിയെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പറയുന്നുണ്ടല്ലോ. സ്ത്രീ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പാർട്ടിയല്ലേ. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എത്ര സ്ത്രീകളുണ്ട്? 4 പേര്. കെ സുരേന്ദ്രൻ്റെ കാലത്തോ 6 പേര്. എന്താ 2 പേര് കുറഞ്ഞു പോയത്? ആരെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്? ഇപ്പോൾ VT രമയെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. TP സിന്ധുമോളിനെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത്? അശ്വിനി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? 4 പ്രധാനപ്പെട്ട ജില്ലകളുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് സുരേന്ദ്രൻ്റെ കാലത്ത് വനിതകളുണ്ടായിരുന്നു. 4 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വനിതകൾ തന്നെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6 പേർ സംസ്ഥാന നേതൃ ഭാരവാഹി പട്ടികയിലുണ്ടായിരുന്നു. പ്രമീള ദേവി, ശോഭാ സുരേന്ദ്രൻ, VT രമ, രേണു സുരേന്ദ്രൻ, അതേപോലെ രേണു സുരേഷ്, രാജീവ് പ്രസാദ്, സിന്ധുമോൾ. ഇതായിരുന്നു കെ സുരേന്ദ്രൻ്റെ കാലത്ത്. അവിടെ നിന്നാണ് സ്ത്രീകളുടെ പട്ടികയിലും വെട്ടിനിരത്തിലുണ്ടാവുന്നു. സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നു. 2. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കുറേ ചെറുപ്പക്കാരെ കെ സുരേന്ദ്രൻ അവതരിപ്പിച്ചിരുന്നു. നമ്മളൊക്കെ ചർച്ചയിൽ വളരെ വളരെ അക്കാഡമിക്കായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ. ഒന്ന് ശങ്കുട്ടി ദാസ്, നന്നായി സംസാരിക്കുന്ന ആളല്ലേ. അതേപോലെ സന്ദീപ് വചസ്പതി, അതേപോലെ ഉല്ലാസ്. ഇവരൊക്കെ ചർച്ചയിൽ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഊർജ്ജം, ഇപ്പോൾ അവതാരകർ എന്ന നിലയിൽ പോലും നമുക്ക് കിട്ടുന്ന ഊർജ്ജം ചെറുതാണോ? ഇപ്പോൾ യുവരാജ് ഗോകുൽ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ച് അതുവരെ നമ്മൾ കണ്ട BJPയുടെ ഒരു സംവാദ രീതി മാറ്റിമറിച്ച യുവതലമുറയിൽപ്പെട്ട ആളുകളല്ലേ. ഇവരൊക്കെ സ്വീകാര്യരായ ആളുകളല്ലേ. അതേപോലെ നമ്മുടെ പ്രശാന്ത്, അശ്വിനി, ഇവരൊക്കെ യുവ ഫേസുകൾ, ഉല്ലാസ് ബാബു, ഇവരൊക്കെ യുവ ഫേസായിട്ട് വന്നു. ഇവരെ ആരെയും കാണാനില്ല. പകരം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അനൂപ് ആന്റണി. ആരാണ് അനൂപ് ആന്റണി? അനൂപ് ആന്റണിയെ കേരളത്തിലുള്ള നേതാക്കളിൽ എത്ര പേർക്കറിയാം? കേരളത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ എത്ര പേർക്കറിയാം? അനൂപ് ആന്റണി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഇവിടെ വന്നു കണ്ടിരുന്നു. പക്ഷേ അനൂപ് ആന്റണി എന്ന നേതാവിനെ കേരളത്തിലും അറിയുന്നതും കൂടുതൽ ആളുകൾ കേന്ദ്രത്തിൽ, ഡൽഹിയിൽ ചില നേതാക്കൾക്കൊപ്പം കുറച്ചു കാലം ഉണ്ടാവുകയും അതിനുശേഷം അവിടെ നിന്ന് മാറ്റപ്പെടുകയും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വരുന്ന സമയത്ത് അനൂപ് ആന്റണി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിനും അപ്പുറം ആ അർത്ഥത്തിൽ എന്തു പ്രാധാന്യമാണുള്ളത്? പകരം നമ്മുടെ ഈ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. ഇപ്പോൾ ഷോൺ ശരിയാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യം വരാൻ കഴിയില്ല. ഷോൺ ജോർജിന് തന്നെ ആ പദവിയിൽ ആ രീതിയിലുള്ള താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അസംതൃപ്തി രേഖപ്പെടുത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അഞ്ജന സുരേഷ്, ഞാൻ പറഞ്ഞു അഞ്ജന സുരേഷിനെ പോലൊരു ആളെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് പോലും പക്ഷെ നോക്കൂ ആ അർത്ഥത്തിൽ എങ്ങനെയാണ്. ഇപ്പം അതേസമയം നവ്യ ഹരിദാസ്, എവിടെ നവ്യ ഹരിദാസ്? സാധാരണ രീതിയിൽ BJP സംസ്ഥാന പട്ടിക ഇങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് മഹിളാ മോർച്ചയുടെ വരാത്തത്? മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ഭാരവാഹികൾ എന്തുകൊണ്ട് ഈ പട്ടികയിൽ വന്നില്ല? അത് വരുമെന്നേ. വരും. എന്തുകൊണ്ട് വന്നില്ല? ഇതിപ്പോ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് അവരാരും ഇല്ലാതാകുന്നില്ലല്ലോ. അതാ ഈ ഘട്ടം ഘട്ടമായി പോഷക സംഘടനയുടേതും BJPയുടേതും ഒന്നിച്ച് പ്രഖ്യാപിക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇല്ലെങ്കിൽ പോഷക സംഘടനകളുടെ നേതാക്കന്മാരെയൊക്കെ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ വരുന്നതാ. കാരണം ഇവരൊക്കെ സംസ്ഥാന ഭാരവാഹികളാണ്. നിയമമൊന്നുമില്ല. മഹിളാ മോർച്ചയുടെ നേതാവല്ലേ സംസ്ഥാന ഭാരവാഹിയായിട്ട് വരിക? അതിനകത്ത് എന്താ സംശയമുള്ളത്? ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക അപൂർണ്ണമല്ലേ? എന്തുകൊണ്ടാണ് പോഷക സംഘടനയിൽപ്പെട്ട ആളുകൾ വരാത്തത്? അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തർക്കമാണെന്നേ. ഈ പറയുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണെന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, സമുദായ സന്തുലിതാവസ്ഥ പാലിക്കാത്ത, സ്ത്രീ സംവരണ പ്രാതിനിധ്യം പാലിക്കാത്ത, യുവജന പ്രാതിനിധ്യം പാലിക്കാത്ത ഒരു സംവിധാനമായിട്ട് ഇത് മാറുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് CEO പോളിസിയാണ്. ഇങ്ങനൊരു പാർട്ടി പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതിൻ്റെ ഫലം ഇനി അനുഭവിക്കാൻ പോകുന്നതാരായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ, താഴെ തട്ട് മുതൽ പണിയെടുക്കുന്ന. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാളാണ് രഘുനാഥ്. പാലക്കാടുള്ളൊരു നന്നായിട്ട് ശ്രീകൃഷ്ണകുമാറിൻ്റെ സമയത്ത് ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് രഘുനാഥ്. രഘുനാഥ് പട്ടികയിലില്ല. എവിടെ പോയി രഘുനാഥ്?
അനീഷ് അതേപോലെ തൃശ്ശൂരിൽ അനീഷ് ജനറൽ സെക്രട്ടറി ആവുമെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്ന ഈവൻ എനിക്കൊന്ന് സുരേഷ് ഗോപിക്ക് പോലും അനീഷ് അവിടെ ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് കരുതിയിരുന്നത്. അനീഷ് അവിടെ വോട്ട് വിഹിതം 37-38% ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആളാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല കേട്ടോ അനീഷ് ആ അർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അനീഷിനെ ഒഴിവാക്കിയിട്ടാണ് പകരം പുതിയ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് എവിടെ അനീഷ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതേപോലെയാണ് ഗോപകുമാറിന്റെ കാര്യത്തിൽ നേരത്തെ ബാക്കിയുള്ള തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാനത്തെ പദവിയിലേക്ക് കൊണ്ടുവന്നല്ലോ, ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവന്നല്ലോ. പക്ഷേ അനീഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എന്താണ് വൈസ് ഡോക്ടർ അരുൺ പറയുന്ന പോലെ എല്ലാവരും ജനറൽ സെക്രട്ടറി ആക്കുന്നത് കോൺഗ്രസ് അല്ല. അനീഷിനെ പോലെയുള്ള ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണോ കൊണ്ടുവരേണ്ടത്? അയാൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പെർഫോമർ അല്ലേ? നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു MP കൊടുത്ത ആളല്ലേ? ആ സെക്രട്ടറി നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആക്കി വെക്കുകയാണോ ചെയ്യുന്നത്? ഒതുക്കാന്ന് പറയും സുജയ. അപ്പോൾ ഈ ഒതുക്കൽ ആർക്കും എതിരെയാ? അത് സുരേന്ദ്രനും മുരളീധരനും എതിരെയുള്ള ശക്തമായിട്ടുള്ള വാളാണ്. RCയുടെ കേന്ദ്രത്തിലെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങളല്ല ഞാനാണ് പാർട്ടി എന്നുള്ള പ്രഖ്യാപനമാണ്. അതല്ലേ കുറച്ചു കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ കയ്യിലുണ്ട് എന്ന് കരുതി ഈ പറയുന്ന രീതിയിൽ മേധാവിത്വം പിടിക്കാമെന്നാണ് RC കരുതുന്നതെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിസ്ഥാനമായ ആ പാർട്ടി സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് തലമുടി നാരിഴക്കീറി പരിശോധിക്കുമ്പോൾ ഇതിൽ തെളിഞ്ഞു വരുന്നത് അങ്ങേയറ്റം വിഭാഗീയമായ, അങ്ങേയറ്റം വരേണ്യമായ, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പട്ടിക ആ അർത്ഥത്തിൽ തന്നെയാണ് പാർട്ടിയിലെ ആളുകൾ തന്നെ കാണുന്നത്. എതിർപ്പുകൾ പുറത്തു വരുന്നു. PR ശിവശങ്കരൊക്കെ നമ്മളോട് സൗഹൃദമുള്ള ആൾക്കാരാണ്. PR ശിവശങ്കരനെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക പാർട്ടിയുമായിട്ട് ഒട്ടി നിൽക്കുന്ന ആളുകളല്ല. ഇതൊക്കെ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ പൂന്തുറ ശ്രീകുമാർ കൊണ്ടുവരിക, രഞ്ജിത്ത്, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ പറയുന്ന നേതാക്കൾക്ക് മറ്റു നേതാക്കൾ പറയുക? ഒന്ന് പറഞ്ഞു തന്നെ, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് ഈ നേതാക്കന്മാർക്ക്? എത്ര ആരോപണങ്ങൾ നേരിട്ട മനുഷ്യരെ ഇവരാണോ പാർട്ടിയുടെ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുന്ന ഒരു ക്ലീൻ BJP ഫേസ് ആയിട്ട് മാറേണ്ടത്? ചോദ്യമല്ലേ. അപ്പോൾ ഒരു പാർട്ടിയെ 6% നിന്നും 7% നിന്നും 19% വരെ വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി കൊണ്ടുവരുന്ന സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും അവഗണിച്ച് ഇതുവരെ പാർട്ടിയിലില്ലാത്ത വിധം ഒരു സാമുദായിക സന്തുലിതാവസ്ഥയെ പൂർണ്ണമായിട്ടും തകർത്ത് രാജീവ് ചന്ദ്രശേഖർ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്ക് ചെയ്തതല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അഡ്വൈസ് ഒരു റോങ് അഡ്വൈസ് ആണ് എന്നാണ് എൻ്റെ ടേക്ക്. സുജയ, ഇക്കാര്യത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ അത് തീരുമാനിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ കാണുന്ന രീതിയിലുള്ള ഒരു സമൂല മാറ്റം ഉണ്ടാകാത്ത ഒരു സാഹചര്യം, എല്ലാ കാലത്തും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു കുടിസുമുറിയായി ആ മുറിക്കുള്ളിലെ 10-15 നേതാക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന CPIMന്റെയും കോൺഗ്രസിന്റെയും ഒരു സംവിധാനമല്ല BJPക്കുള്ളത് എന്നത് പ്രകടമായ ഒരു പട്ടികയായിട്ടാണ് ഇത്തവണത്തെ ഈ പട്ടികയെ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരേ ആളുകൾ തന്നെ തുടർച്ചയായി വരുന്നു. അതായിരുന്നല്ലോ എല്ലാ പാർട്ടികളും ഈ ഭാരവാഹി പട്ടികകൾ വരുമ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ എന്ന ഒരു ചോദ്യം ഉയരാറുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ന്യൂ ഫേസസ് വരട്ടെ എന്നതാണ്. അത് എനർജറ്റിക് ആയിട്ടുള്ള ന്യൂ ഫേസസ് വരട്ടെ എന്നതാണ്. അതായത് പാർട്ടിക്ക് ഒരു യങ് വൈബിലേക്ക് പാർട്ടി വരേണ്ടതുണ്ട് എന്നത് ഒരു ദേശീയ തലത്തിലെ തീരുമാനമാണ്. ആ രീതിയിലായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടത്താൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ അത് സംഭവിക്കുമ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു, ഭൂമികുലുക്കം ഉണ്ടായി എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ല. ഞാൻ കരുതുന്നില്ല. കെ സുരേന്ദ്രന്റെയൊക്കെ പോസ്റ്റ് ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. കെ സുരേന്ദ്രനൊന്നും അങ്ങനെ ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഈ അതൃപ്തിയൊന്നും പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായി വലിയ രീതിയിൽ നല്ല ചെറിയ രീതിയിലായാലും ഈ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നടന്നുകൊണ്ട് ആ ഗ്രൂപ്പിന് വേണ്ടി സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു നേതാവായൊന്നും കോൺഗ്രസിലെ ചില നേതാക്കളെ പോലെയൊന്നും കെ സുരേന്ദ്രനെയൊന്നും കാണേണ്ട ആവശ്യമില്ല. കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. പുതിയ സംസ്ഥാന ഭാരവാഹികൾക്കും മേഖലാ അധ്യക്ഷന്മാർക്കും ഹൃദ്യമായ ആശംസകൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പാർട്ടിയെ നയിക്കാനും വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനും. വികസിത കേരളം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ടാഗ് ലൈനിലേക്ക് പാർട്ടിയെ മാറ്റുകയാണ്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നിട്ടിരിക്കുന്ന പോസ്റ്റിലും പറയുന്നത്. ഇതൊക്കെ ദഹിക്കാത്ത കുറേ ആളുകൾ ഉണ്ടാകും. അതായത് മറ്റു പാർട്ടികളിൽ ഇരുന്നു കൊണ്ട് BJP ഒരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം BJPയെ അങ്ങ് ഉദ്ധരിച്ച് BJP അധികാരത്തിലേക്ക് എത്തുക എന്നതൊന്നുമല്ല. കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കി, കൂടുതൽ ബഹളമുണ്ടാക്കി എങ്ങനെയെങ്കിലും 10 സീറ്റ് പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആ 10 സീറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ പാർട്ടിക്കുള്ളിലെ നേതാക്കളെ വിളിച്ച് നിങ്ങൾ ഇങ്ങനെ നിൽക്കണം, നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിങ്ങൾ പോരാടണം, നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ ആ പാർട്ടിയെ നശിപ്പിക്കാതിരിക്കണം എന്നതാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. കാരണം ഏത് പാർട്ടിയിലായാലും അവർക്ക് അവരുടേതായ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അല്ലാതെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ മാത്രം ഒതുങ്ങിയതുപോലെ BJPക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണോ? BJPക്ക് കെ സുരേന്ദ്രന്റെ കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലം അത് അഭിമാനകരമായ നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. ഡോക്ടർ അരുൺ ഇവിടെ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല.
ഈ ശക്തമായ ഒരു അടിത്തറ ഇട്ടുകൊണ്ട് അടുത്ത ഒരു ടീമിന് ആ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അത് സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണികളാകട്ടെ, ബൂത്ത് തലം മുതലുള്ള പുനഃക്രമീകരണമാകട്ടെ, അത് പാർട്ടിയെ കൂടുതൽ സക്രിയമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മെക്കാനിസത്തെ ചലിപ്പിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്ന് മറ്റു പാർട്ടിയിലുള്ളവർ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും അവരുടെ കാലഘട്ടത്തിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. വന്ന ഉടൻ തന്നെ തിരിച്ചോടിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുന്ന രീതിയിൽ വന്നപ്പോൾ മുതൽ മലയാളം അറിയില്ല, മലയാളം അറിയണമെന്ന്, മലയാളം താങ്കളെ അക്ഷരം മുഴുവൻ എഴുതി കാണിച്ചാലേ അദ്ദേഹത്തിന് ഇവിടെ പ്രസിഡന്റായി ഇരിക്കാൻ കഴിയൂ, അങ്ങനെയുള്ള നിബന്ധനയൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് തന്നെ പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സമരത്തിലടക്കം മലയാളത്തിലാണ് വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. ഇപ്പോൾ ആ പറയുന്നതിൽ സ്ഥിരമായി മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ ഉണ്ടായി എന്ന് വരാം. അതൊക്കെ കാലക്രമേണ മാറിക്കോളും. അതിൽ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് പദവിയിൽ തുടരാനും സാധിക്കും. ഇവിടെ BJP നന്നാക്കാൻ വേണ്ടിയല്ല ഈ വിമർശനം എന്നൊക്കെ എനിക്ക് ജിമ്മി സാറെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നന്നാക്കാൻ വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും കുത്തിത്തിരിവുണ്ടാക്കുക, ആ പാർട്ടിയെ ഉള്ളത് കൂടി ഇല്ലാതാക്കുക എന്ന രീതിയിൽ നേതാക്കളുടെയൊക്കെ നെഞ്ചിലേക്ക് തീ കോരിയിടുന്ന തരത്തിൽ അവരെ ഇങ്ങനെ പറഞ്ഞ് എരിവ് കയറ്റുക എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയും. അവിടെ വലിയ എന്ത് കഴിഞ്ഞു. ശരി, അടുപ്പ് പിന്നെ മലയാളത്തിലെ മുണ്ടൻ വരെ മുണ്ടി എന്ന് പറയരുത്. ഓക്കെ, അത് അദ്ദേഹം നോക്കിക്കോളും. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? പുതുമുഖങ്ങൾ വരട്ടെ. ഞാൻ എപ്പോഴും അതായത് കേരളത്തിലടക്കം അദ്ദേഹം വരുമ്പോൾ ഞാൻ കാണുന്നതെല്ലാം പഴയ മുഖങ്ങളെ തന്നെയാണ്. അപ്പോൾ ആ ആവർത്തന വിരസത പ്രധാനമന്ത്രിക്ക് നേരിട്ടിട്ടുണ്ടാകും, അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രസിഡന്റായി MT രമേശ് പ്രസിഡന്റ് ആകുമെന്നാണല്ലോ കരുതിയിരുന്നത്. ഒന്നുകിൽ MT രമേശ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, ഈ രണ്ടുപേരിൽ ഒരാൾ കെ സുരേന്ദ്രൻ മാറുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നതാണ് മാധ്യമങ്ങളടക്കം വാർത്തയായി കൊടുത്തുകൊണ്ടിരുന്നത്. കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ ഒരു 15 പ്രാവശ്യമെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 5 വർഷം തികച്ചിട്ടാണ് സുരേന്ദ്രൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖറിലേക്ക് ആ ബാറ്റൺ കൈമാറിയത്. അപ്പോൾ BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ യോഗ്യരായ ആളുകൾ കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെ തീരുമാനം അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അത് ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക്, അതായത് ഇതുവരെ പോയ വഴിയിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചാൽ നേട്ടമുണ്ടാകുമോ എന്ന് നോക്കാനായിട്ടാണ്. നേതൃത്വത്തിന്റെ സമീപനമാണല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. ഞാൻ പറയാം, അത് കുറയുന്നു. അതുപോലെ ഒഴിവാക്കപ്പെട്ടവരിൽ കുറെ യുവാക്കളുമുണ്ട്. ആ യുവാക്കളൊക്കെ അത് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അവർ ഒഴിവാക്കപ്പെട്ടു. ഞാൻ പറയാം. അതായത് ഈ ഒരു കമ്മിറ്റി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം, അതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ഭാഗത്തോട് യോജിക്കുകയാണ്. നേരത്തെ 6-7 പേർ ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് 4 ചുരുങ്ങുകയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം 33% സംവരണം എന്നുള്ളത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വനിതാ സംവരണ നിയമം നടപ്പാക്കിയ ഒരു പാർട്ടി എന്ന നിലയിൽ കേന്ദ്രത്തിലടക്കം, കേന്ദ്ര സർക്കാരിലടക്കം കൃത്യമായി ആ വനിതാ പ്രാതിനിധ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി എന്ന നിലയിൽ ഇവിടെയും ആ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പട്ടികയിലെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിക്കോട്ടെ. പട്ടികയിലെ ആദ്യത്തെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പട്ടിക പുറത്തു വന്നത് വെച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ചോയ്സിനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തെ ജഡ്ജ് ചെയ്യരുത് എന്നതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു ഹമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ്. കാരണം മഹിളാ മോർച്ചയും അതുപോലെ തന്നെ യുവമോർച്ചയും മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പട്ടികയിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമനങ്ങളിലേക്ക് പോവുകയാണ്. അത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വന്ന് സൗണ്ട് ബൈറ്റായി പറയണമെന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമനങ്ങളിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് തന്നെ നിയമനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലല്ലോ, നിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അങ്ങനെ എരിവ് കയറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഹമ്പിളായിട്ട് പറയാനായിട്ടുള്ള റിക്വസ്റ്റ്. അപ്പോൾ ഈ നിയമനങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് ഓരോ പ്രസിഡന്റുമാരും സ്വീകരിക്കുന്ന നയമാണ്. അതിൽ PK കൃഷ്ണദാസിന്റെ നയമായിരിക്കില്ല കുമ്മനം രാജശേഖരന്റെ നയമായിരിക്കില്ല PS ശ്രീധരൻപിള്ളയുടെ നയമായിരിക്കില്ല വി മുരളീധരന്റെ നയമായിരിക്കില്ല കെ സുരേന്ദ്രന്, ഇവരുടെ ആരുടെയും നയമല്ല രാജീവ് ചന്ദ്രശേഖരന്റേത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ വിഭാഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയം, അതിലൊക്കെ കിടന്ന് വീർപ്പുമുട്ടുന്ന ജനതയ്ക്ക് മുന്നിൽ പുതിയ ഒരു വഴി തുറക്കാനാണ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കാമെന്നേ. ഇനിയിപ്പോൾ 200-210 ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിലേക്ക് കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റോടുകൂടി പോകേണ്ട ഒരു സമയമാണ്. അതാണ് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ പുതിയ ടീമും ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ യുവാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു കൃത്യമായ ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഒരു സീസൺഡ് ലീഡേഴ്സും അതുപോലെ തന്നെ ഫ്രഷ് ബ്ലഡും ചേർന്നിട്ടുള്ള ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ അതൊരു പ്രസിഡന്റിന് തീരുമാനിക്കാം. കെ സുരേന്ദ്രന്റെ ചോയ്സ് അല്ല രാജീവ് ചന്ദ്രശേഖരന്റേത്. കെ സുരേന്ദ്രൻ കൃത്യമായി ആ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ സമവാക്യങ്ങളും പാലിച്ചുകൊണ്ട് നടത്തിയ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇവിടെ വർഷങ്ങളായി 10-30 വർഷമെങ്കിലുമായിട്ട് ഈ സംഘടനാ സംവിധാനത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആ ഒരാൾ നടത്തുന്ന ചോയ്സും രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ചോയ്സും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. അപ്പോൾ അവരുടെ ക്രൈറ്റീരിയാസ് ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഇതിൽ കാണേണ്ട മാറ്റം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പറയാതെ പോയ രണ്ട് പേരുകൾ ഷോൺ ജോർജിൻ്റെതും അല്ലെങ്കിൽ പറഞ്ഞു പോയതാണ്. ഇവരുടെ രണ്ടുപേരും ഷോൺ ജോർജിൻ്റെയും അനൂപ് ആന്റണിയുടെയും എൻട്രി എന്ന് പറയുന്നത് ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഒരാൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി വരികയാണ്. അപ്പോൾ അവരുടെ എൻട്രി അല്ലെങ്കിൽ അവർ നേരത്തെ ABVP കാലം മുതലേ അങ്ങനെ വലിയ ആക്റ്റീവായി നിന്ന് ഇവിടെ
ജില്ലാതലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഭാരവാഹി പട്ടികയിൽ ഉണ്ടായിരുന്നവരല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നവരാണല്ലോ. അങ്ങനെയുള്ളവരെയും ഉൾപ്പെടുത്തി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താകുമെന്ന് നോക്കാനായിട്ടുള്ള ഒരു സമയമെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കൂ. അപ്പോൾ അവർ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ, അവർ പെർഫോം ചെയ്തതിന് ശേഷം ആ പെർഫോമൻസിൽ കുറവുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താം. അല്ലാതെ അനൂപ് ആന്റണി എന്തിനാണ് വന്നത്, ഷോൺ ജോർജ് എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരാളെ, അതായത് ഒരാൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഡിമോറലൈസ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിലയിരുത്തലാണ് എന്നതാണ് ആ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ ജില്ലാതലത്തിൽ പ്രവർത്തിച്ച മികവ് കാട്ടിയവർക്ക്, കെ അനീഷ്കുമാറിന്റെ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നു, ജില്ലാതലത്തിൽ പ്രവർത്തിച്ച മികവ് കാട്ടിയവർക്ക് അർഹമായിട്ടുള്ള റെപ്രസെന്റേഷൻ, അർഹമായിട്ടുള്ള പ്രാധാന്യം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകൽ അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാകില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ തന്നെ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. അതായത് ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനത്തിന് എതിരെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കൂ, തിങ്ക് ടാങ്ക്സ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനെ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നത്, അതായത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ അവിടെ നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖ IPS പ്ലസ് ഡോക്ടർ അബ്ദുൽ സലാം, ഇവർ മൂന്നുപേരും ആർ ശ്രീലേഖ IPS, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ സലാം, ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് മറ്റൊരു കോമ്പിനേഷൻ, ചില പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഓരോരുത്തരും എടുക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അത് എത്രത്തോളം വർക്കാകും എന്നുള്ളത് അത് നമുക്ക് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ഓഫീസ് അമിത്ഷാ എന്നെത്തുന്നു. അപ്പോൾ പുതിയ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഒരു പുതിയ ടീമാണ്. ആ ടീമിന്റെ എത്രത്തോളം കെട്ടുറപ്പുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ ജഡ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഇപ്പോഴേ ചാടിപ്പുറപ്പെട്ട് ജഡ്ജ് ചെയ്യേണ്ട സാഹചര്യമല്ല. തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരുക്കം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിനായിട്ടാണ് അമിത്ഷാ വരുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ന്യൂ ടീം പെർഫോം ചെയ്യട്ടെ എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ സുധീറിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, അത് സുധീറിനെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പട്ടികജാതിക്കാരനെ, അതായത് ഈ നമ്മൾ എപ്പോഴും പറയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻക്ലൂഷനാണ് വേണ്ടത്. അപ്പോൾ സുധീറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് റീറ്റെയിൻ ചെയ്യാമായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുകയാണ്. സുധീറിനെ റീറ്റെയിൻ ചെയ്യാമായിരുന്നു. സുധീറിനെ അവിടെ ആ ഒരു ചോയ്സ് കെ സുരേന്ദ്രൻ എടുക്കുമ്പോൾ സുരേന്ദ്രൻ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. കാരണം മറ്റ് പലരും ആ സ്ഥാനത്തേക്ക് വരാൻ, ശോഭാ സുരേന്ദ്രൻ അടക്കം ജനറൽ സെക്രട്ടറി ആകണം എന്നത് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അതിന് പകരം സുരേന്ദ്രൻ അവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു പട്ടികജാതിക്കാരനായ സുധീറിനെ അവിടേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ അതിന് വലിയ എതിർപ്പ് സുരേന്ദ്രൻ നേരിട്ടുണ്ടാകണം. പക്ഷേ 5 വർഷവും സുധീർ അവിടെ തുടർന്നു. സുധീർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധീറിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് നിലനിർത്തുകയാണ്, പൂർണ്ണമായും ഒഴിവാക്കുകയല്ല. ഒഴിവാക്കിയത് AN രാധാകൃഷ്ണനെയാണ്. ഏറ്റവും കുറവ് വോട്ട് ഷെയർ ഉള്ള പ്രദേശങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്? സജീവന്റെ കാര്യമൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വോട്ട് ഷെയർ കുറഞ്ഞ ആളുകൾ എന്തിന്റെ പേരിലാണ് ഉൾപ്പെട്ടത്? അതൊക്കെ പാർട്ടിക്ക് വിലയിരുത്താനും ഇതിൽ തന്നെ ഡിലീഷനും അഡീഷനും ഒക്കെ നടത്താൻ കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ഇവോൾവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനീഷിന്റെ കാര്യത്തിലായാലും 7 ഭാരവാഹികൾ 4 മാറി. അപ്പോൾ വനിതകളെ കുറച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ബാലൻസ്, റീജിയണൽ ബാലൻസ് അതൊക്കെ കൃത്യമായി വിലയിരുത്താൻ ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അഡീഷൻസും ഡിലീഷൻസും ഒക്കെ നടത്താൻ സാധിക്കും. ആ രീതിയിൽ അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. MT രമേശിന്റെ കാര്യമാണ്. MT രമേശിനാണ് ശരിക്കും ഈ ലിസ്റ്റിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഞാൻ എടുത്തു നോക്കുകയായിരുന്നു. 2007 മുതൽ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 6 പ്രസിഡന്റുമാർ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, K സുരേന്ദ്രൻ, ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ. 6 പ്രസിഡന്റുമാർ. ആരും സ്വന്തം ഇഷ്ടമനുസരിച്ച് MT രമേശിനെ മാറ്റിയിട്ടില്ല. വിരുദ്ധ പക്ഷമാണെന്ന് പറയുമല്ലോ, PK കൃഷ്ണദാസ് പക്ഷമാണ് MT രമേശ് എന്ന് പറയുമല്ലോ. പക്ഷേ K സുരേന്ദ്രൻ വന്നപ്പോഴോ V മുരളീധരൻ വന്നപ്പോഴോ MT രമേശിനെ മാറ്റിയിട്ടില്ല. പ്രസിഡന്റായി തുടരുകയാണ്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ്. ഞാൻ പറയട്ടെ, അവിടെ തുടരുകയാണ്. അപ്പോൾ BJPക്കുള്ളിൽ വിഭാഗീയതയുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് വരുമ്പോൾ ആ ഗ്രൂപ്പിനനുസരിച്ച് ആളുകളെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കേന്ദ്ര ഈ ഗ്രൂപ്പിൽ എവിടെയാ സുരേന്ദ്രന്റെ ഒരാൾ ജനറൽ സെക്രട്ടറി? അല്ല, ഞാൻ ചോദിക്കട്ടെ, സുരേന്ദ്രന്റെ ആളുകൾ ഇതാണെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ താങ്കൾക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഞാൻ പറഞ്ഞത്. സുജയ, ഇപ്പൊ നോക്കുന്നത് 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, MT രമേശ് കൃഷ്ണദാസ് പക്ഷത്തു നിന്നല്ലാതെ ഇവിടെ വേറെ ഏത് പക്ഷത്തു നിന്നാണ് പ്രാമുഖ്യം കിട്ടിയത്? ഒന്ന് പറയൂ. ഈ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക എടുത്താൽ പറയൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ കാസ്റ്റോക്കേഷൻ പറഞ്ഞല്ലോ, സുജയ അങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ. 9 ജില്ലാ പ്രസിഡന്റുമാർ OBC ഈഴവ കമ്മ്യൂണിറ്റിയിലായിരുന്നു K സുരേന്ദ്രന്റെ കാലത്ത്. നല്ല ചോയ്സ് ആയിരുന്നു. കഴിഞ്ഞിട്ടില്ല. ആ 30 പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതിനകത്ത് വളരെ കൃത്യമായിട്ട് സാമുദായിക സന്തുലിതാവസ്ഥ നിലനിർത്തിയിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ആരെ പറഞ്ഞു? ആകെ 17 പേര്. എത്ര പേരാ ജില്ലാ ചാർജ് ആയിട്ട്? റവന്യൂ ജില്ലയുടെ ചാർജ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര പേരാ? അവരുടെ കണക്കെടുത്ത് നോക്കൂ. റവന്യൂ ജില്ലാ ഇൻചാർജ് മാത്രം 30-ൽ 17 പേർക്കല്ലേ കൊടുത്തിട്ടുള്ളൂ.
ജില്ലാ ഭാരവാഹി, അതായത് ജില്ലാ പ്രസിഡന്റ്, ഈ ML അശ്വിനി അടക്കമുള്ളവർ ജില്ലാ ഭാരവാഹികളെ പ്രസിഡന്റുമാരെ തുടരുകയാണ് സർ. അവരൊരു OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ശ്രീലേഖയെ പോലെ ഒരാളെ കൊണ്ടുവരും. വീട്ടിലും എന്താ ശ്രീലേഖയൊക്കെ മോശമായിട്ടുണ്ടോ? വീട്ടിൽ കഴിഞ്ഞ ഒരു ടേമിൽ പെർഫോം ചെയ്തതല്ലേ? ആ ശ്രീലേഖയെ പോലെ DGP റാങ്കിൽ ഇരുന്ന ഒരാൾ, അവർക്ക് പല കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പാർട്ടിയെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരാളല്ല, സ്ത്രീ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ടാണ് അവർ വാർത്തയിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത്. അതും ഒരു കേസിലെ പ്രതിക്ക് വേണ്ടി ആ പ്രതിക്ക് ജയിലിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വേദനിച്ച് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മളെല്ലാവരും കണ്ടാണ്. അതാണ് അവരുടെ യോഗ്യത എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യമുണ്ട് കേട്ടോ, പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത ഭരണാധികാരി നാരായണ നമ്പൂതിരി വരെ വെട്ടി. നാരായണ നമ്പൂതിരി ഇല്ല ചർച്ചയിൽ വരുന്ന നാരായണ നമ്പൂതിരി. പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവര്, വിറക് വെട്ടിയവര് എല്ലാവരും പുറത്ത്. ഡോക്ടർ അരുൺ, ഇതൊരു ഏർലി കാൽക്കുലേഷൻ ആണ്, ഏർലി കൺക്ലൂഷൻ ആണ്. ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ഡോക്ടർ അരുൺ, ഞാൻ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ നിയമനങ്ങൾ തുടരാൻ പോവുകയാണ്. ഇവരെ ആരെയും ഒഴിവാക്കിയിട്ടില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, PR ശിവശങ്കർ, TP സിന്ധുമോൾ, ശങ്കുട്ടി ദാസ്, യുവരാജ് ഗോകുൽ, ഇവരൊക്കെ പാർട്ടിയുടെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരൊക്കെ തുടരും. താങ്കൾ അങ്ങനെയുള്ള അത് പെട്ടിപിടിക്കുന്നവരൊക്കെ കോൺഗ്രസിലൊക്കെ പെട്ടിപിടിച്ചവരൊക്കെ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. അനൂപ് ആന്റണിയുടെ കേരളത്തിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു തന്നെ. ഞാൻ ചോദിക്കട്ടെ, അനൂപ് ആന്റണിയുടെ കേരളത്തിലെ കോൺട്രിബ്യൂഷൻ വെച്ചാണോ അതോ ഇനി കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണോ അനൂപ് ആന്റണി കൊണ്ടുവന്നത്? അല്ല ഡോക്ടർ, ഞാൻ പറയട്ടെ, അല്ല 40 വർഷത്തോളമായി പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് പുറത്തായി എന്നുള്ളതാണ് അവരുടെ പരാതി. ഗോപകുമാറിനെ ഒഴിവാക്കി അനൂപ് ആന്റണിയെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അനൂപ് ആന്റണിയാണ്. മാത്രമല്ല സുധീറിനെ നിങ്ങൾ ഒഴിവാക്കുന്നു, കാസ്റ്റ് കോമ്പിനേഷൻ മാറ്റുന്നു. സുധീർ വൈസ് പ്രസിഡന്റ് എവിടെയുണ്ട്? ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഡോക്ടർ വരേണ്യ പാർട്ടി എന്നുള്ള താങ്കൾ കൊണ്ടുവരുന്ന ഒരു വാചകമാണ്. അതായത് ഒരു പാർട്ടിയെ ടാർണിഷ് ചെയ്യുക, BJP മുന്നോട്ട് വരുന്നത് കോൺഗ്രസ് അല്ല, BJP അല്ല. നിങ്ങൾ ഈ ഇത്ര ഇക്വേഷൻസും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് അവർ എത്തുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പെർഫോമൻസിൽ ഈ പറയുന്ന ഒഴിവാക്കപ്പെട്ടവരെ ഒഴിവാക്കിയെന്ന് പറയാതിരിക്കും അവർ കൂടി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുമോ എന്ന് കരുതിയാണ്. അവർ കൂടി ചേർന്നുള്ള ഒറ്റ കാര്യം, നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കിയ ശശി തരൂർ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പോസ്റ്റർ ബോയ് അല്ലേ? നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ BJPയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അല്ല, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. അതാ കോൺഗ്രസിന് ചോദിക്കാം. ഞാൻ ശശി തരൂർ എന്താ ചെയ്തതെന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ശശി തരൂർ ഇപ്പോൾ ചെയ്താണ്. 5 സോണൽ കൺവീനർമാരുടെ സാമുദായിക ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഈ ജാതി തിരിച്ച് മതം തിരിച്ച് അങ്ങനെ വേണം. നിങ്ങൾ വർണ്ണാശ്രമം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ആൾക്കാരായി മാറില്ല. ഒരു പാർട്ടി ഉണ്ടാക്കിയ NDA ആണ്. എന്തിനാണ് ഇവിടെ പറയുന്നത്? ഈഴവ സമുദായത്തിലെ കരുത്തരായ നേതാക്കൾ പാർട്ടിയിൽ വന്ന് പാർട്ടി ചലിപ്പിച്ച പാർട്ടിയെ BJP. 39% ഈഴവ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അഭിമാനപൂർവ്വം പറയുന്ന പാർട്ടി BJP. അങ്ങനെ പറയണം ആ പാർട്ടിയെ ഈ നിലയിലേക്ക് മാറ്റിയതിന് ഉത്തരവാദിത്വം RCക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തുടരാം. വെൽക്കം ബാക്ക്. BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വിഭാഗീയ പട്ടികയോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഒരു പേര് മറന്നു, പത്മജ വേണുഗോപാൽ. എവിടെ സുജയ പത്മജ വേണുഗോപാൽ? പാർട്ടി പട്ടികയിൽ കാണുന്നില്ലല്ലോ പത്മജ വേണുഗോപാൽ. പൊടിയിട്ട് കണ്ടുപിടിക്കുന്നില്ലല്ലോ നമ്മൾ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. BJP എന്ന് പറയുന്ന പാർട്ടി ഒരു നാഷണൽ പാർട്ടിയല്ല. ആ നാഷണൽ പാർട്ടി കാസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ രൂപീകരിച്ചു വരുന്ന സമയത്തിൽ വലിയ രാഷ്ട്രീയ പരീക്ഷണമാണത്. നമ്മളത് എന്തിനാ ചെയ്തില്ലെന്ന് പറയുമ്പോൾ K സുരേന്ദ്രനും മുരളീധരനും അതുപോലെ K സുരേന്ദ്രന്റെ ടീം ചെയ്ത വർക്കിനെ, C കൃഷ്ണകുമാർ ചെയ്ത വർക്കിനെ നിങ്ങളെങ്ങനെ നിരാകരിക്കുക? പാലക്കാട് ആ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തതല്ലേ? രഘുനാഥ് അവഗണിച്ചില്ലേ നിങ്ങൾ? തൃശ്ശൂർ അനീഷ് അവഗണിച്ചില്ലേ നിങ്ങൾ? കൊല്ലത്ത് ഒരു പാർട്ടിക്ക് വളമുണ്ടാക്കി കൊടുത്ത് ഗോപകുമാർ അവഗണിച്ചില്ലാതാക്കിയില്ലേ നിങ്ങൾ? ശ്രീകാന്ത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രനോടൊപ്പം നിന്ന് ഒറ്റ കാരണം കൊണ്ട് വെട്ടി നിരത്തി. ശ്രീകാന്തിന്റെ പേരുണ്ടോ ഇതിനകത്ത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നേ. ഈ ലിസ്റ്റ് ആകെ എടുത്ത് നോക്കിയപ്പോൾ എത്ര പേരാ ഈഴവ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ളത്? 3 പേര്. ഇതാണോ പാർട്ടിയുടെ ഈഴവ സ്നേഹം? ഇതാണോ പാർട്ടിയുടെ ഈഴവ പ്രാതിനിധ്യം? ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഇതിപ്പം നമുക്ക് ഈ ഈഴവ ഈ കാസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഞാനത് താങ്കളോട് യോജിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം സ്ത്രീകളുടെ ഉണ്ടെന്നേ, ചെറുപ്പക്കാരുടെ. പക്ഷേ എൻ്റെ പ്രശ്നം കഴിഞ്ഞ 10 വർഷമായി ഈ പാർട്ടിയിൽ വേറൊരു തരത്തിലെ വെട്ടുതരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. PK കൃഷ്ണദാസ് പക്ഷേ എത്ര തവണ പരാതി.
ഒരു തവണ ഒരു ബൈറ്റിൽ അദ്ദേഹം അത് ഹിന്ദിയിൽ പക്ഷേ നിന്ന് ഇവിടെ പരാതി മാറി കിടക്കുകയല്ലേ? കൃഷ്ണദാസ് ഭക്ഷന്റെ പരാതി മാറി അല്ല, പരാതി മാറിയിട്ടില്ല. പക്ഷേ അതിനൊരു പ്രശ്നം, ഈ രാജേന്ദ്ര ശേഖർ വരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെതിരെ പണി തുടങ്ങിയതാണ്. അപ്പോൾ ഒരു പുതിയൊരാൾ വരുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് അയാളുടെ ടീമിനെ ഉണ്ടാക്കും. അത് ഭയങ്കര ലോജിക്കലാണ്. പക്ഷെ ആ ടീമിനൊരു മിനിമം ക്രെഡിബിലിറ്റി. ഇപ്പൊ പൂന്തറ ശ്രീകുമാറിനെ വെച്ചിട്ട് ഒരു ടീം ഉണ്ടാക്കുക, ഈ രഞ്ജിത്തിനെ വെച്ചൊരു ടീം ഉണ്ടാക്കുക, അതാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. അദ്ദേഹം പ്രൂവ് ചെയ്ത ആളുകളില്ലേ? പ്രവർത്തിക്കാൻ അറിയുന്ന ആൾക്കാരാണോ എന്നുള്ള കാര്യം അല്ല, ഇനിയിപ്പോ ഈ അനീഷ് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളല്ലേ, തൃശ്ശൂര് ജില്ലാ സെക്രട്ടറി എന്നുള്ള ഹൈ പെർഫോമർ അല്ലേ അനീഷ്? അവിടെ ഒരു MP ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇതൊരു പ്രശ്നം. ഇത്രയും കാലം പ്രവർത്തിച്ചവരെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വിഭാഗീയ പട്ടികയോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് 2 പേർ, നോ എന്നും 2 പേർ. Meet the editors.